പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. കുമാരനല്ലൂരിന്റെ മഹത്വം വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. ഇഴചേർന്ന് കിടക്കുന്ന ഐതിഹ്യങ്ങളാലും ചരിത്രങ്ങളാലും വിശ്വാസികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം. പ്രകൃതിയുടെ രൗദ്രഭാവമല്ല, മാതൃത്വത്തിന്റെ സ്വാന്തനമാണ് അമ്മ. കുമാരനല്ലൂർ അമ്മയെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ ആ വിളി ദേവിയുടെ സന്നിധിയിൽ എത്തുമെന്നും എന്തു വിഷമമാണെങ്കിലും ഭഗവതി അതിന് പരിഹാരം കണ്ടെത്തുമെന്നാണ് വിശ്വാസം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ കുമാരനല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ഈ വീഡിയോയിൽ നമുക്ക് കൂടുതലായി അറിയാം. കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂരിൽ മീനച്ചിലാറിന്റെ പടിഞ്ഞാറേക്കരയിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് ശ്രീ കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ദുർഗാ ഭഗവതിയാണ്. മധുര മീനാക്ഷി ചൈതന്യമാണ് ഭഗവതി എന്നാണ് ഐതിഹ്യം. കുമാരനല്ലൂർ അമ്മ എന്ന് ഇവിടത്തെ ഭഗവതി അറിയപ്പെടുന്നു. മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി, പാർവതി, ഭുവനേശ്വരി തുടങ്ങിയ ആദിപരാശക്തി വിവിധ ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ദുർഗാക്ഷേത്രങ്ങളിലെ ഭഗവതിമാർ ഒന്നിച്ചു വന്ന് താമസിക്കുന്ന ഇടമാണ് കുമാരനല്ലൂർ എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. 2 നിലകളോട് കൂടിയ ഭീമാകാരമായ വട്ട ശ്രീകോവിലാണ് കുമാരനല്ലൂർ ക്ഷേത്രത്തിനുള്ളത്. ദേവി ആദിപരാശക്തിയുടെ വാസസ്ഥലമായ ശ്രീചക്രത്തിന്റെ രൂപമാണ് ഇതിനുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. സാധാരണയായി ദേവീ ക്ഷേത്രങ്ങളിൽ വട്ട ശ്രീകോവിൽ അപൂർവമാണ്. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന് 200 അടി ചുറ്റളവുണ്ടാകും. ഇരുനിലകളും ചെമ്പുമേഞ്ഞ് മനോഹരമാക്കിയിട്ടുണ്ട്. മുകളിൽ സ്വർണ്ണ താഴികക്കുടം ശോഭിച്ചു നിൽക്കുന്നു. ശ്രീകോവിലിനകത്ത് 3 മുറികളുണ്ട്. അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ളതാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 3 അടിയോളം ഉയരം വരുന്ന ചതുർബാഹുവായ ദേവി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അതിവിശിഷ്ടമായ ആഞ്ജനശിലയിൽ തീർത്തതാണ് ഈ മനോഹര വിഗ്രഹം. വാസ്തവത്തിൽ നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹമെങ്കിലും ആടയാഭരണങ്ങളും മറ്റും ചാർത്തി കാണുമ്പോൾ ഇരിക്കുന്ന രൂപത്തിലാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ചതുർബാഹുവായ ഭഗവതിയുടെ പുറകിലെ വലതു കൈയിൽ ശ്രീചക്രവും പുറകിലെ ഇടതു കൈയിൽ ശംഖും കാണാം. മുന്നിലെ വലതു കൈ കൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഭഗവതി മുന്നിലെ ഇടതു കൈ അരയിൽ കുത്തി നിൽക്കുകയാണ്. ത്രിമൂർത്തികൾ ജഗദീശ്വരിയായ ആദിപരാശക്തിയെ സ്തുതിക്കുന്ന സമയത്തുള്ള ഭാവമാണ് ഇവിടെ പ്രതിഷ്ഠയ്ക്കുള്ളതെന്ന് പറയപ്പെടുന്നു. അതിനാൽ പരാശക്തിയെ ഇവിടെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളിലും ആരാധിച്ചു വരുന്നു. ശ്രീകോവിൽ അതിമനോഹരമായ ചുവർ ചിത്രങ്ങളും ദാരുശില്പങ്ങളും കൊണ്ട് അലങ്കൃതമാണ്. കുമാരനല്ലൂരമ്മയുടെ തന്നെ ഒരു ചുവർ ചിത്രം അവയിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. കൂടാതെ ഗണപതി, സരസ്വതി, ദക്ഷിണാമൂർത്തി, നടരാജൻ, ഓടക്കുഴലൂതുന്ന ശ്രീകൃഷ്ണൻ, പുലിപ്പുറത്തു പോകുന്ന അയ്യപ്പൻ, ശ്രീരാമ പട്ടാഭിഷേകം, രാമരാവണ യുദ്ധം, രാവണന്റെ കൊട്ടാരത്തിലിരിക്കുന്ന ഹനുമാൻ, ഗജേന്ദ്ര മോക്ഷം, ശക്തി പഞ്ചാക്ഷരി, ശങ്കരനാരായണൻ, അർദ്ധനാരീശ്വരൻ തുടങ്ങിയവയും ഈ ചുവരുകളെ അലങ്കൃതമാക്കുന്ന ചിത്രങ്ങളിൽ പെടും. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവ പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ഉപപ്രതിഷ്ഠ ഈ മഹാദേവനാണ്. 108 ശിവാലയങ്ങളിൽ വരുന്ന അമ്പിളിക്കാട് കുമാരനല്ലൂരിലെ ഈ ശിവക്ഷേത്ര സന്നിധിയാണെന്ന് വിശ്വസിച്ചു വരുന്നു. ആദ്യകാലത്ത് ഇവിടെ മഹാദേവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ തെളിവായി ശിവന് പ്രത്യേകം 4 അമ്പലം തീർത്തിട്ടുള്ളത് കാണാം. ഭഗവതി പ്രതിഷ്ഠ പിന്നീടാണ് ഉണ്ടായത്. ഭഗവാന്റെ വാമാങ്കത്തിൽ വാഴുന്ന ഭഗവതി തന്മൂലം ശ്രീ പാർവതി സങ്കല്പിക്കപ്പെടുന്നു. സാമാന്യം വലിപ്പമുള്ള ശിവലിംഗമാണ് ഇവിടെ. ഏകദേശം 4 അടി ഉയരം വരും. ശിവന്റെ നടയിൽ തന്നെ ഗണപതിയുടെ ഒരു രൂപവും കൊത്തിവെച്ചിട്ടുണ്ട്. ഗണപതി, ശാസ്താവ്, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട്. കിഴക്ക് ഭാഗത്തുള്ള അതിമനോഹരമായ 2 നില ഗോപുരവും ആരെയും ആകർഷിപ്പിക്കും. മനോഹരമായ ചുവർ ചിത്രങ്ങളും ദാരുശില്പങ്ങൾ കൊണ്ടും അലങ്കൃതമാണ് ഈ ഗോപുരം. ഭഗവതിയെ വണങ്ങുന്ന ഭക്തന്മാരുടെയും മഹർഷിമാരുടെയും രൂപങ്ങളും മറ്റു ദേവീദേവ രൂപങ്ങളും ഗോപുരത്തെ മനോഹരമാക്കുന്നു. ഗോപുരത്തിന് നേരെ മുന്നിൽ വലിയൊരു നടപ്പുര പണിതിട്ടുണ്ട്. കടന്നു ചെല്ലുന്ന സ്ഥലത്ത് വലിയ ആൽമരം കാണാം. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ആദ്യം എത്തുന്നത് വലിയ ആനക്കൊട്ടിലിലാണ്. ഇവിടെ 3 ആനകളെ മാത്രമേ എഴുന്നള്ളിപ്പിക്കാനാകൂ. വിവാഹം, ചോറൂണ്, തുലാഭാരം, ഭജന തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ ആനക്കൊട്ടിലാണ്. ആനക്കൊട്ടിലിനപ്പുറത്ത് ദുർഗാവാഹനമായ സിംഹത്തെ ശിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരം കാണാം. 50 അടിയോളം ഉയരം ഈ കൊടിമരത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു.
കൊടിമരം കടന്നാൽ ബലിക്കൽ പുരയിലെത്താം. ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. 10 അടിയിലധികം വലിപ്പമുള്ള ഭീമൻ ബലിക്കലാണ് ഇവിടെയുള്ളത്. ഇത് പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണം പൂശി വെച്ചിരിക്കുന്നു. ബലിക്കൽ പുരയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തെ തൂണിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ ആദ്യം വന്ദിക്കുന്നത് ഈ ഗണപതിയെയാണ്. ബലിക്കൽ പുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക്പാലകരുടെയും പ്രതിഷ്ഠകൾ കാണാം. പ്രദക്ഷിണ വഴിയുടെ പുറത്ത് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ആൽമര ചുവട്ടിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുണ്ട്. ആൽമര ചുവട്ടിലുള്ള പ്രതിഷ്ഠയായതിനാൽ ആലിങ്കൽ ഭഗവതി എന്ന പേരിൽ ഇവിടുത്തെ പ്രതിഷ്ഠ അറിയപ്പെടുന്നു. ഇത് കുമാരനല്ലൂർ അമ്മയുടെ ഉഗ്രരൂപത്തിലുള്ള കാളിഭാവമായി സങ്കല്പിക്കപ്പെടുന്നു. പഞ്ചലോഹത്തിൽ തീർത്ത ചെറിയൊരു കണ്ണാടി വിഗ്രഹമാണ് ഇവിടെയുള്ളത്. ഗുരുതിയും രക്തപുഷ്പാഞ്ജലിയുമാണ് ഇവിടുത്തെ വഴിപാടുകൾ. കടുത്ത ദുരിതങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തിന് പുറത്ത് പടിഞ്ഞാറു ഭാഗത്തായി നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. നാഗരാജാവായി അനന്തനും കൂടെ നാഗയക്ഷിയും ചിത്രകൂടമടങ്ങുന്നതാണ് ഈ പ്രതിഷ്ഠ. എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും ഇവർക്കുണ്ടാകാറുണ്ട്. ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു. അതിവിശാലമാണ് ഇവിടത്തെ നാലമ്പലം. നാലമ്പലത്തിനകത്തേക്ക് കടക്കുന്ന വഴിയുടെ ഇരുവശത്തുമായി വാതിൽ മാടങ്ങൾ പണിതിട്ടുണ്ട്. ഇവയിൽ തെക്കേ വാതിൽ മാടം പൂജകൾക്കും ഹോമങ്ങൾക്കും ഉപയോഗിച്ചു വരുമ്പോൾ വടക്കേ വാതിൽ മാടം നാമജപത്തിനാണ് ഉപയോഗിക്കുന്നത്. തെക്ക് കിഴക്കേ മൂലയിൽ പതിവ് പോലെ തിടപ്പള്ളി പണിതിട്ടുണ്ട്. വടക്ക് കിഴക്കേ മൂലയിൽ കിണറും. സാമാന്യത്തിലധികം വലിപ്പമുള്ള നമസ്കാര മണ്ഡപം പണിതിട്ടുണ്ട്. 16 കാലുകളുള്ള ഈ മണ്ഡപം ദീർഘചതുരാകൃതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വച്ചാണ് ഉത്സവത്തിന് കലശപൂജയും മറ്റും നടത്തുന്നത്. മണ്ഡപത്തിന്റെ തെക്കു പടിഞ്ഞാറേ തൂണിൽ ശാസ്താവിന്റെയും പ്രതിഷ്ഠയുണ്ട്. മണിഭൂഷൺ എന്നാണ് ഇവിടുത്തെ ശാസ്താവ് അറിയപ്പെടുന്നത്. വലതുകൈ മലർത്തിപ്പിടിച്ച് ഇടതുകൈ തുടയോട് ചേർത്ത് വച്ചിരിക്കുന്ന രൂപമാണ് ശാസ്താവിന്. നീരാഞ്ജനമാണ് ശാസ്താവിന്റെ പ്രധാന വഴിപാട്. മണ്ഡപത്തിൽ തന്നെ 5 തിരികളോട് കൂടിയ ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. ഇത് ഭദ്രദീപം എന്നറിയപ്പെടുന്നു. ഈ വിളക്ക് ഒരിക്കലും കെടാറില്ല. ഇതിൽ എണ്ണ ഒഴിക്കുന്നത് പ്രധാന വഴിപാടാണ്. ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായി പറയപ്പെടുന്ന ഒരു കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് ചാർത്തിയിരുന്ന മൂക്കുത്തി മോഷണം പോയി. എങ്ങനെയാണത് പോയതെന്ന് ആർക്കും മനസ്സിലായില്ല. മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവിന് വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിട്ടു. പല സ്ഥലങ്ങളിലായി അന്വേഷിച്ചിട്ടും മൂക്കുത്തി തിരിച്ചു കിട്ടിയില്ല. ഒടുവിൽ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ അറിയാതെ മൂക്കുത്തി പോകില്ലെന്ന് രാജാവ് തീർച്ചപ്പെടുത്തി. യഥാർത്ഥത്തിൽ ശാന്തിക്കാരൻ നിരപരാധിയായിരുന്നു. രാജാവ് ശാന്തിക്കാരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. 40 ദിവസത്തിനകം മൂക്കുത്തിയുമായി തിരിച്ചു വരണമെന്നും അല്ലാത്ത പക്ഷം ശാന്തിക്കാരനെ തലയറുത്തു കൊല്ലുമെന്നും രാജാവ് ഉത്തരവിട്ടു. ദുഃഖിതനായ ശാന്തിക്കാരൻ കൊട്ടാരം വിട്ടു. മൂക്കുത്തിക്കായി അദ്ദേഹം പല സ്ഥലത്തായി അലഞ്ഞു തിരിഞ്ഞു നടന്നെങ്കിലും എവിടെയും കണ്ടെത്താനായില്ല. ഒടുവിൽ 39-ാം ദിവസമായി. അതീവ ദുഃഖിതനായി അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടി. അന്നു രാത്രി അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. അതീവ സുന്ദരിയായ ഒരു യുവതി തന്റെ അടുത്ത് വന്ന് ഇനി ഇവിടെ താമസിച്ചാൽ ആപത്താണെന്നും അപ്പോൾ കാവൽക്കാരെല്ലാം ഉറക്കമായതിനാൽ വല്ല ദിക്കിലും പോയി രക്ഷപ്പെടാമെന്നും പറയുന്നതായിട്ടായിരുന്നു സ്വപ്ന ദർശനം. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ശാന്തിക്കാരൻ ആരെയും കണ്ടില്ല. ഇത് സാക്ഷാൽ ജഗദംബികയുടെ അരുൾപ്പാടാണെന്ന് വിചാരിച്ച് അദ്ദേഹം ഉടനെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഓടാൻ തുടങ്ങി. ആ സമയത്ത് സ്വപ്നത്തിൽ വന്ന യുവതി വീണ്ടും അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയും താനും കൂടെ വരികയാണെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് അവർ ശാന്തിക്കാരന്റെ മുന്നിലായി ഓടിത്തുടങ്ങി. അന്ന് അമാവാസിയായിരുന്നെങ്കിലും അവരുടെ ശരീരശോഭയും ധരിച്ചിരുന്ന ആഭരണങ്ങളുടെ പ്രകാശവും കാരണം ശാന്തിക്കാരന് വഴി വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷയായി. അപ്പോൾ വഴി പൂർണ്ണമായും ഇരുട്ടിലായി. രാജാവിന്റെ ഭടന്മാർ തന്നെ പിന്തുടർന്ന് വരാൻ സാധ്യതയുള്ളതിനാൽ ഭയമുണ്ടായിരുന്നെങ്കിലും വിശ്രമിക്കാതെ നിവർത്തിയില്ലെന്ന് തോന്നിയ അദ്ദേഹം ആ സമയത്ത് പെട്ടെന്നുണ്ടായ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ഒരു വഴിയമ്പലം കണ്ടെത്തുകയും തോളിലുണ്ടായിരുന്ന 2-ാം മുണ്ട് വിരിച്ച ശേഷം അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു. അക്കാലത്ത് ചേരദേശം വാണിരുന്ന ചേരന്മാൻ പെരുമാൾ ഇന്നത്തെ കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരത്ത് ഭഗവതിക്കും കുമാരനല്ലൂർ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലത്ത് സുബ്രഹ്മണ്യനും ക്ഷേത്രങ്ങൾ പണിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞ വഴിയമ്പലത്തിൽ കിടന്നുറങ്ങിയ ശാന്തിക്കാരൻ പിറ്റേന്നുണർന്നത് കുമാരപുരത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അത്ഭുതത്തോടെ അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ ശ്രീകോവിലിലെ പീഠത്തിൽ താൻ പൂജിച്ചിരുന്ന സാക്ഷാൽ
മധുര മീനാക്ഷിയെ അദ്ദേഹത്തിന് കാണാനിടയായി. തന്നെ പിന്തുടർന്നു വന്ന സുന്ദരി സാക്ഷാൽ ജഗദംബികയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അമ്മയെ സാഷ്ടാംഗം പ്രണമിച്ചു. തുടർന്ന് അദ്ദേഹം അവിടെ കൂടിയിരുന്നവരോടെല്ലാം മധുര മീനാക്ഷി ശ്രീലകത്ത് കുടികൊണ്ടു എന്നും കുമാരനല്ല ഊരിലെന്നും വിളിച്ചു പറഞ്ഞു. നാട്ടുകാർ ഒന്നൊന്നായി ഓടിക്കൂടി നോക്കിയപ്പോൾ അവർക്ക് ശ്രീലകത്ത് ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഭക്തനും ശുദ്ധ ഹൃദയനുമായ ആ ശാന്തിക്കാരന് മാത്രമാണ് ഭഗവതിയെ കാണാൻ കഴിഞ്ഞിരുന്നത്. ശാന്തിക്കാരന്റെ വാക്കുകൾ കേട്ട് നാട്ടുകാർ അദ്ദേഹത്തിനെ ഭ്രാന്താണെന്ന് സംശയിച്ച് അദ്ദേഹത്തെ മർദ്ദിച്ചു. വിവരമറിഞ്ഞ് ക്ഷേത്രത്തിലെത്തിയ ചേരന്മാർ പെരുമാൾക്ക് ശ്രീലകത്ത് ആരെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ശാന്തിക്കാരൻ തന്നെ തൊട്ടുകൊണ്ട് നോക്കാൻ പെരുമാളോട് ആവശ്യപ്പെടുകയും അദ്ദേഹം തൻ പ്രകാരം ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ശ്രീലകത്ത് ഭഗവതിയെ കാണാനിടയായി. ഇതെങ്ങനെ സംഭവിച്ചെന്ന് പെരുമാൾ ചോദിച്ചപ്പോൾ തനിക്ക് നേരിട്ട അനുഭവങ്ങളെല്ലാം ശാന്തിക്കാരൻ അദ്ദേഹത്തെ അറിയിച്ചു. സംഭവങ്ങൾ കേട്ട പെരുമാൾ അത്ഭുതനായെങ്കിലും ഭഗവതിക്ക് താൻ യാതൊന്നും കൊടുക്കില്ലെന്നും ദേവി പ്രതിഷ്ഠയ്ക്ക് നിർദ്ദേശിച്ച ഉദയനാപുരത്ത് താൻ സുബ്രഹ്മണ്യെ പ്രതിഷ്ഠിക്കാൻ പോകുകയാണെന്നും അദ്ദേഹത്തെ അറിയിച്ചു. ഉടനെ പെരുമാൾ ഉദയനാപുരത്തേക്ക് പുറപ്പെട്ടു. ഉദയനാപുരത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അതികഠിനമായ മൂടൽ മഞ്ഞുണ്ടാകുകയും പെരുമാൾക്കും സേവകർക്കും കണ്ണു കാണാതാവുകയും അവർ വഴിതെറ്റി അലയാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സേവകൻ ഇത് ദേവീ കോപം മൂലമാണെന്നും അതിനാൽ ദേവിയെ പ്രീതിപ്പെടുത്താൻ ആരാധന കർമ്മം നടത്തണമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. ഭഗവതിക്ക് ശക്തിയുണ്ടെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന മഞ്ഞു മുഴുവൻ മാറിപ്പോകട്ടെ എന്നായിരുന്നു പെരുമാളിന്റെ മറുപടി. ഉടനെ മഞ്ഞു മുഴുവൻ മാറിപ്പോയി. ആ സ്ഥലം തന്മൂലം മഞ്ഞൂർ എന്നും പിന്നീട് അത് ലോപിച്ച് മാഞ്ഞൂർ എന്നും അറിയപ്പെട്ടു. ഒരുപാട് കാലം മാഞ്ഞൂർ ദേശം കുമാരനെല്ലൂർ ദേവസ്വം വകയായിരുന്നു. തുടർന്ന് ദേവീ ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം അവിടെ പ്രതിഷ്ഠയ്ക്ക് വെച്ചിരുന്ന സുബ്രഹ്മണ്യ വിഗ്രഹം ഉദയനാപുരത്തേക്ക് കൊണ്ടുപോകാൻ ഉത്തരവിടുകയും നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് ഉദയനാപുരത്ത് പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചിരുന്ന ദേവി വിഗ്രഹം അപ്പോഴേക്കും കുമാരനെല്ലൂർ എന്ന സ്ഥലത്തെത്തിക്കുകയും ചെയ്തു. എന്നാൽ ആ ദേവി വിഗ്രഹം ഉടനെ വന്നു ചേരില്ലെന്നും അധികം കഴിയും മുമ്പേ പെരുമാൾക്കൊരു അറിവും കിട്ടുകയുണ്ടായി. പുതിയ വിഗ്രഹം ഉണ്ടാക്കാൻ ദിവസങ്ങൾ തികയില്ല. പ്രതിഷ്ഠയ്ക്ക് ഉചിതമായ ഒരു മുഹൂർത്തം ഇനി ഉണ്ടാകാനും പാട്. ദുഃഖിതനായ അദ്ദേഹത്തിന് ഭഗവതിയുടെ ഒരു സ്വപ്ന ദർശനമുണ്ടായി. നിലവിൽ പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ച വിഗ്രഹത്തെക്കാൾ ഉചിതമായ ഒരു വിഗ്രഹം കുമാരനെല്ലൂരിൽ നിന്ന് അല്പം വടക്ക് കിഴക്കു മാറി സ്ഥിതി ചെയ്യുന്ന വേദഗിരി എന്ന സ്ഥലത്ത് ഒരു മലയിൽ ഒരു കിണറ്റിൽ കിടപ്പുണ്ടെന്നും അത് കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തിയാൽ മതിയെന്നും പരാശക്തി സ്വപ്നത്തിൽ അരുൾ ചെയ്തു. കൺതുറന്നു നോക്കിയപ്പോൾ പെരുമാൾ ആരെയും കണ്ടില്ല. എങ്കിലും ഇത് സത്യമാണോ എന്നറിയാൻ പെരുമാൾ ഏതാനും സേവകരോടൊപ്പം ദേവഗിരിയിലെത്തി. അവിടെ മുഴുവൻ കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. ആ കാടെല്ലാം വെട്ടിത്തെളിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു കിണർ കാണാനിടയായി. പെരുമാളുടെ സേവകരിൽ ഒരാൾ അതിലിറങ്ങി തപ്പിയപ്പോൾ ആഞ്ജനശിലയിൽ തീർത്തതും ലക്ഷണമൊത്തതുമായ കേടുപാടുകൾ ഒന്നുമില്ലാത്ത ഒരു ഭഗവതി വിഗ്രഹം കണ്ടുകിട്ടി. ചതുർബാഹുക്കളോട് കൂടിയ രൂപത്തിലുള്ളതായിരുന്നു ആ വിഗ്രഹം. തുടർന്ന് നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ ശ്രീലകത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മധുരയിൽ നിന്ന് വന്ന ശാന്തിക്കാരനെ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനാക്കുകയും ചെയ്തു. ആ ശാന്തിയുടെ കുടുംബത്തിനാണ് ഇപ്പോഴും ക്ഷേത്രത്തിൽ പൂജാധികാരം. പരശുരാമൻ ഈ കുമാരനെല്ലൂർ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗമാരെ തനിക്ക് ഒന്നിച്ചു കാണണമെന്ന് ആഗ്രഹത്താൽ 107 സ്ഥലത്തിരിക്കുന്ന തലനാമങ്ങളിൽ അറിയപ്പെടുന്ന ഭഗവതിമാരെ ഒന്നിച്ച് ഒറ്റ കേന്ദ്രത്തിലാക്കി. അതാണ് കുമാരനെല്ലൂർ എന്ന് മറ്റൊരു സങ്കല്പം. കുമാരിയുടെ ഊരെന്നും കുമാരനല്ലാത്ത ഊരെന്നും, അതായത് ഭഗവാൻ കാർത്തികേയന്റെ അമ്മ കാർത്തിയായിനി എന്ന ഭാവത്തിലും സാക്ഷാൽ ആദിപരാശക്തി ഇവിടെ വസിക്കുന്നു. മഞ്ഞൾപ്പൊടി അഭിഷേകം ചെയ്യുന്നതാണ് കുമാരനെല്ലൂർ അമ്മയുടെ പ്രധാന വഴിപാട്. കുമാരനെല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷമാണ് വൃശ്ചിക മാസത്തിൽ രോഹിണി നാളിൽ ആറാട്ട് വരത്തക്ക രീതിയിൽ നടത്തപ്പെടുന്ന കൊടിയേറ്റ് ഉത്സവം. അതിനിടയിൽ വരുന്ന തൃക്കാർത്തികയും. ആറാട്ടിനേക്കാൾ ഇവിടെ വിശേഷം തൃക്കാർത്തികയാണ്. ധ്വജാതി മുറയനുസരിച്ച് നടക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി ശുദ്ധിക്രിയകൾ നടത്തപ്പെടുന്നു. ഉത്സവത്തിന് മുന്നോടിയായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും പ്രത്യേകം വഴിപാടുകൾ കഴിക്കാറുണ്ട്. ഇവയ്ക്കെല്ലാം ശേഷമാണ് കൊടിയേറ്റ്. സിംഹഗരുഡമായ സപ്തവർണ്ണ കൊടിമരത്തിൽ കയറ്റിയാൽ പിന്നീട് കുമാരനെല്ലൂർ ഉത്സവ ലഹരിയിൽ അമരും. ഉത്സവം നടക്കുന്ന 10 ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകാറുണ്ട്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ശ്രീ ഭൂതബലിയും 8ാം ദിവസമായ ഭരണി നാളിൽ ഉത്സവ ബലിയും ഉണ്ടാകും. ഈ അവസരത്തിൽ മൃദംഗവുമായി മദ്ദളവുമായി രൂപസാദൃശ്യമുള്ള മരം എന്ന വാദ്യം അകമ്പടി ഉണ്ടാകും. പ്രസിദ്ധമായ കുമാരനെല്ലൂർ തൃക്കാർത്തിക ഒരു നാടിന്റെ ആഘോഷമാണ്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമിയും ഒന്നിച്ചെത്തുന്ന ദിവസമാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത്. അന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറക്കും. തൃക്കാർത്തിക തൊഴാൻ കിഴക്കേ നടപ്പന്തലിൽ നിന്നും കിഴക്കേ ഗോപുരവാതിലിലൂടെ
മതിലിനകത്ത് പ്രവേശിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കുമാരനെല്ലൂർ അമ്മയെ തൃക്കാർത്തിക ദിവസം തൊഴുതു പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ഭഗവതി തുണയുണ്ടാകുമെന്നാണ് വിശ്വാസം. കുമാരനെല്ലൂർ തൃക്കാർത്തിക ദർശിക്കാൻ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മഹാദേവൻ എത്തിച്ചേരുമെന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ഈ മഹാക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ മധുര മീനാക്ഷി ക്ഷേത്രവും വടക്കുംനാഥൻ ക്ഷേത്രവും ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, തിരൂർ ചമ്പ്രവട്ടം ശ്രീ ധർമ്മശാസ്താവ് ക്ഷേത്രം എന്നിവ കൂടി ദർശനം നടത്തുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. കുമാരനെല്ലൂർ ഭഗവതിയെ കാണാനെത്തുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അമ്മ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു.